റെറ്റിനോൾ യൂസ് ചെയ്താൽ നമ്മുടെ ഫേസ് ഡ്രൈ ആവും, ഡെഫിനറ്റ്ലി ഡ്രൈ ആവും. ഞാൻ എപ്പോഴും പറയുന്ന പോലെ റെറ്റിനോൾ നമ്മുടെ സ്കിന്നിൻ്റെ സെല്ലിൻ്റെ ടേൺ ഓവർ റേറ്റ് കൂട്ടും. അതുകൂടാതെ തന്നെ നമ്മുടെ സിബേഷ്യസ് ഗ്ലാൻഡിൻ്റെ വർക്കിനെ ഒന്ന് റിഡ്യൂസ് ചെയ്യാനായിട്ട് റെറ്റിനോൾ ഹെൽപ്പ് ചെയ്യും. അത് കാരണം നമ്മുടെ സ്കിൻ ഒന്ന് ഡ്രൈ ആവാനായിട്ട് ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഡ്രൈ സ്കിൻകാരൊക്കെ റെറ്റിനോൾ യൂസ് ചെയ്യുമ്പോഴത്തേക്ക് നന്നായിട്ട് സ്കിൻ ഹൈഡ്രേറ്റ് ചെയ്യണം, അതിനുശേഷം നന്നായിട്ട് മോയ്സ്ചറൈസേഴ്സ് ഒക്കെ യൂസ് ചെയ്യണം എന്ന് പറയുന്നതും. അതുകൂടാതെ തന്നെ നമ്മൾ റെറ്റിനോൾ എക്സ്ട്രീംലി സെൻസിറ്റീവ് സ്കിൻകാർക്കും ചിലപ്പോൾ എക്സ്ട്രീംലി ഡ്രൈ സ്കിൻകാർക്കും സ്യൂട്ട് ആവില്ല എന്ന് പറയുന്നതിൻ്റെയും റീസൺ. അപ്പോൾ റെറ്റിനോൾ ഉപയോഗിച്ച സ്കിൻ ഡ്രൈ ആവുമെന്ന് വെച്ചാൽ ഡെഫിനറ്റ്ലി ഡ്രൈ ആവും. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ചില ആൾക്കാർക്ക് റെറ്റിനോൾ ഉപയോഗിക്കുന്ന ഈ മൂക്കിൻ്റെ രണ്ട് സൈഡിലൊക്കെ ഒരു ഇറിറ്റേഷൻ വരാൻ ചാൻസ് ഉണ്ട്, എക്സ്ട്രീംലി ഡ്രൈനെസ് വരാൻ ചാൻസ് ഉണ്ട്. അങ്ങനെയുള്ള ആൾക്കാർ റെറ്റിനോൾ യൂസ് ചെയ്യുന്നതിന് മുന്നേ ആ ഭാഗങ്ങളിൽ നിങ്ങൾക്ക് എവിടേക്കാണ് ഡ്രൈനെസ് തോന്നുന്നത് അവിടെ മാത്രം ജസ്റ്റ് ഒന്ന് മോയ്സ്ചറൈസർ ടാപ്പ് ചെയ്തിട്ട് പിന്നെ റെറ്റിനോൾ ഇട്ടാൽ മതി. അതിന് വീണ്ടും മോയ്സ്ചറൈസർ കവറപ്പ് ചെയ്താൽ മതി. അങ്ങനെയാണെങ്കിൽ ഈ ഒരു പ്രശ്നം ഉണ്ടാവില്ല. അപ്പോൾ എന്തെങ്കിലും റെറ്റിനോൾ കൺബോക്സിൽ ചോദിക്കുക. ഇതുപോലത്തെ സ്കിൻ കെയർ ആൻഡ് ഹെയർ കെയർ വീഡിയോക്ക് ഫോളോ ചെയ്യാനും മറക്കണ്ട.